കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പകൽ നമുക്കെല്ലാം സ്വപ്നങ്ങളും ആ സ്വപ്നങ്ങൾ പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങൾ നിമിത്തം ആ സ്വപ്നങ്ങൾ നടക്കാതെ നമ്മൾ അതിനോട് ഇഴുകിച്ചേരാറുണ്ട്. എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് എസ്കേൽ പ്രവചനം 37-ാം അധ്യായത്തിനകത്ത് ഒരുപാട് സ്വപ്നങ്ങൾ ഉറങ്ങുന്ന ഒരു മശാനം. ആ മശാനത്തിനകത്ത് ഒരു സാധ്യതയില്ലാതെ നിൽക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ കരം പ്രവാചകനെ അസ്ഥി താഴ്വരയ്ക്ക് കൊണ്ടുവരുന്നു. ഈ അസ്ഥികൾ ജീവിക്കുന്നു. താൻ ആ മശാനത്തിൽ നോക്കുമ്പോൾ തനിക്ക് കാണാൻ സാധിക്കുന്നത് ഉണങ്ങിയ അസ്ഥികളാണ്. ബന്ധം വിട്ടും വേർവിട്ട് കിടക്കുന്നു. ആ താഴ്വരയിൽ അവർ ഏറ്റവും അധികമായി കിടക്കുന്നു. ഒരു പ്രത്യാശയും ഇല്ലാതെ, ഒരു ചാൻസും ഇല്ലാതെ ഇരിക്കുന്ന അവസ്ഥയിൽ പ്രവാചകരുടെ കർത്താവ് വിധിയാണ്, ഈ അസ്ഥികൾ, നീ കാണുന്ന ഈ അസ്ഥികൾ ജീവിക്കുമോ? പ്രവാചകരുടെ കർത്താവ് നിനക്കറിയാം. എന്നാൽ കർത്താവ് പ്രവാചകൻ പറഞ്ഞ കാര്യമുണ്ട്, ഈ ഉണങ്ങിക്കിടക്കുന്ന സാധ്യതയില്ലാത്ത ഈ അസ്ഥികളെ നോക്കി നീ പ്രവചിച്ചു പറയണം, യഹോവയായ കർത്താവിന്റെ വചനം കേൾക്കുക. അങ്ങനെ പ്രവാചകൻ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഈ അസ്ഥികളോട് പറഞ്ഞു, ദൈവത്തിന്റെ വചനം കേൾക്കുക. അങ്ങനെ ദൈവത്തിന്റെ കാറ്റ് ഈ അസ്ഥികളിൽ വന്ന് അസ്ഥിയോട് ചേർന്ന് ആ താഴ്വരയിൽ അവർ വലിയ സൈന്യമായി മാറുവാനിടയായിത്തീർന്നു. അതൊരു വലിയ ശക്തിയുള്ള ഒരു വലിയ സൈന്യമായി ആ താഴ്വരയ്ക്കകത്ത് എഴുന്നേൽക്കുവാനിടയായിത്തീർന്നു. അതുകൊണ്ട് ഇന്ന് എന്നെ കേൾക്കുന്ന ദൈവങ്ങളോട് പറയട്ടെ, നമ്മൾ ഏത് സാഹചര്യവുമാകട്ടെ, ഏത് പ്രശ്നവുമാകട്ടെ, നമ്മുടെ സ്വപ്നങ്ങൾ തകർന്നു എന്ന് പറയുമ്പോഴും ആ സ്വപ്നത്തെ നോക്കിക്കൊണ്ട് കർത്താവിന്റെ വചനം വിളിച്ചു പറയാൻ തയ്യാറാണെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മുടെ സ്വപ്നങ്ങളെ ക്രിസ്തു യേശുവിൽ പൂവണിയിക്കും. കാരണം വചനം പറയുന്നു, ഒന്നുമില്ലായ്മയിൽ നിന്നും സകലത്തെയും ഉള്ളതിനെ പോലെ വേർതിരിച്ച് വിളിക്കുവാൻ ശക്തിയുള്ള ദൈവത്തിന്റെ വചനത്തിനകത്ത്. ആ വചനം നാം ഏറ്റുപറയാൻ തുടങ്ങുമ്പോൾ, ആ വചനം നാം വിളിച്ചു പറയാൻ തുടങ്ങുമ്പോൾ, ആ വചനം നമ്മുടെ സാഹചര്യങ്ങളെ മാറ്റും, നമ്മുടെ അവസ്ഥകളെ മാറ്റും, നമ്മുടെ സ്വപ്നങ്ങളെ ആ വചനം നിവൃത്തിപ്പാതയിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ട് വചനം നമ്മോട് പറയാൻ കർത്താവ് പറയുമ്പോൾ നാം ഒന്നറിയണം, ഈ വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ അകത്ത് ഉള്ളപ്പോൾ ഈ വചനത്തിന്റെ ശക്തമായ വെളിപ്പെടുത്തലുകൾ ഈ ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ തുടങ്ങും. നിങ്ങളത് പറയാൻ തുടങ്ങുക, നിങ്ങളത് വിളിച്ചു പറയാൻ തുടങ്ങുക. നിങ്ങൾ ഒരു ചാൻസും ഇല്ലാത്ത ഏരിയകളെ നോക്കിയിട്ട് ദൈവത്തിന്റെ വചനത്തെ പറയാൻ തുടങ്ങുക. അവിടെ അത്ഭുതങ്ങളെ കർത്താവ് ചെയ്യുവാനിടയായി തീരും. ഈ വചനങ്ങളാൽ നിങ്ങൾ എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ.